ഗുരുവായൂർ നിയമസഭാ മണ്ഡലത്തിലെ ബി.ജെ.പി. സ്ഥാനാർത്ഥി ബി. ഗോപാലകൃഷ്ണന്റെ വിവാദ പ്രസ്താവനകൾ ചർച്ചയാകുന്നു. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ വർഗീയ പരാമർശങ്ങൾ നടത്തിയെന്നാരോപിച്ച് ഗോപാലകൃഷ്ണനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത്. നിലവിളക്ക് കൊളുത്തുന്നത് ഹറാമാണെന്ന് വിശ്വസിക്കുന്നവർക്ക് ക്ഷേത്രകാര്യങ്ങളിൽ താൽപര്യമുണ്ടാകില്ലെന്നും ഗുരുവായൂർ ക്ഷേത്രത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ ശബ്ദിക്കാൻ ബി.ജെ.പിക്ക് ബാധ്യതയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. മതം നോക്കിയാണോ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നത് എന്ന ചോദ്യം മലപ്പുറത്ത് പോയി ചോദിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഗുരുവായൂർ ക്ഷേത്രത്തിലെ വികസനങ്ങളെല്ലാം നരേന്ദ്രമോദി സർക്കാരിന്റെ സംഭാവനയാണെന്ന് അവകാശപ്പെട്ട ഗോപാലകൃഷ്ണൻ സംസ്ഥാന തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം.പി. രാജേഷിനെതിരെയും രൂക്ഷമായ ഭാഷയിൽ വിമർശനം ഉന്നയിച്ചു. പിണറായി സർക്കാരിലെ ഏറ്റവും വലിയ മാലിന്യമാണ് എം.പി. രാജേഷ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം. കൂടാതെ ഗുരുവായൂർ ക്ഷേത്ര ദർശനം പതിവാക്കിയിരുന്ന അന്തരിച്ച മുൻ മുഖ്യമന്ത്രി കെ. കരുണാകരൻ ഒരു ഹിന്ദു കളക്ടറെ ആവശ്യപ്പെട്ടിരുന്നതിന് താൻ സാക്ഷിയാണെന്നും ഗോപാലകൃഷ്ണൻ അവകാശപ്പെട്ടു. ഗുരുവായൂർ അമ്പലത്തിൽ എല്ലാ മാസവും തൊഴാൻ പോകുന്ന ആളായതുകൊണ്ട് ഹിന്ദു കളക്ടർ വേണമെന്ന് കരുണാകരൻ പറഞ്ഞു. നിലവിളക്ക് കൊളുത്തുന്നത് ഹറാമാണെന്ന് പ്രഖ്യാപിക്കുന്നവർക്ക് അമ്പലത്തിലെ കാര്യങ്ങൾ നോക്കാൻ നേരം ഉണ്ടാകില്ല. ഗുരുവായൂർ ക്ഷേത്രത്തോട് താൽപര്യമില്ലാത്തവരാണ് തെരഞ്ഞെടുക്കപ്പെട്ട എം.എൽ.എമാരെന്നും ബി. ഗോപാലകൃഷ്ണൻ ആരോപിച്ചു. ഗുരുവായൂർ ക്ഷേത്രത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ ശബ്ദിക്കേണ്ട ചുമതല ഭാരതീയ ജനതാ പാർട്ടിക്കുണ്ട്. അവിടുത്തെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ അന്വേഷിക്കുമെന്നും ബി. ഗോപാലകൃഷ്ണൻ പറഞ്ഞു. അതേസമയം വിവാദ പരാമർശത്തിൽ റിപ്പോർട്ട് തേടിയിരിക്കുകയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ജില്ലാ കളക്ടറോടാണ് റിപ്പോർട്ട് തേടിയത്. റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷമായിരിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിയുണ്ടാവുക. വിവാദ പ്രസ്താവനയുടെ വീഡിയോ ദൃശ്യങ്ങൾ ശേഖരിച്ചിട്ടുണ്ടെന്നും വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പരാതി ലഭിച്ചെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ വർഗീയ പരാമർശങ്ങൾ ഉണ്ടായാൽ ശക്തമായ നടപടിയുണ്ടാകുമെന്ന് അദ്ദേഹം അറിയിച്ചു. പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതിന് ശേഷം നൽകിയ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് എല്ലാ പാർട്ടികളോടും പറഞ്ഞതാണ്. നമ്മുടെ മീഡിയ ടീമിന്റെ മുന്നിൽ ഈ വീഡിയോ വന്നിട്ടുണ്ട്. ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട് വന്നാൽ ഉടൻ നിയമപ്രകാരം വേണ്ട നടപടി സ്വീകരിക്കും, രത്തൻ ഖേൽക്കർ പറഞ്ഞു. ബി. ഗോപാലകൃഷ്ണന്റെ ഗുരുവായൂർ മലപ്പുറം പരാമർശത്തിനെതിരെ വലിയ ആരോപണങ്ങളാണ് ഉയർന്നിരിക്കുന്നത്. CPIM അടക്കമുള്ള വിവിധ സംഘടനകൾ സ്ഥാനാർത്ഥിയുടെ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് പരാതികൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ബി. ഗോപാലകൃഷ്ണന്റെ വിവാദ പരാമർശത്തിന് എതിരെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ രംഗത്തെത്തി. പൊന്നാനി കേരളത്തിലെ മുസ്ലിങ്ങളുടെ ആസ്ഥാനമാണ്. അവിടെ ഹിന്ദു എം.എൽ.എമാർ ഉണ്ടായിട്ടുണ്ട്. ഗുരുവായൂരിൽ നേരെ തിരിച്ചും സംഭവിച്ചിട്ടുണ്ട്. ഇതൊക്കെ കേരളത്തിന്റെ മതസൗഹാർദ്ദത്തിന്റെ സവിശേഷതകളാണ്. ബി.ജെ.പി. ജാതിയും മതവും പറഞ്ഞാണ് വോട്ട് പിടിക്കാൻ നോക്കുന്നത്. അക്കാര്യത്തിൽ ഒരു അത്ഭുതവും ഇല്ലെന്നും വി.ഡി. സതീശൻ പ്രതികരിച്ചു. എന്നാൽ ഗുരുവായൂർ നിയമസഭാ മണ്ഡലത്തെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നതായി ഗോപാലകൃഷ്ണൻ പറഞ്ഞു. താൻ മതം പറഞ്ഞ് വോട്ട് ചോദിച്ചിട്ടില്ലെന്നും ഒരു തെരഞ്ഞെടുപ്പ് ചട്ടലംഘനവും നടത്തിയിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഗുരുവായൂർ മണ്ഡലത്തിന്റെ പ്രത്യേക സാഹചര്യത്തെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളിൽ മാറ്റമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. എന്നാൽ വോട്ട് തേടി മതവികാരം വ്രണപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രസംഗങ്ങൾ ജനാധിപത്യത്തിന് വെല്ലുവിളിയാണെന്നാണ് പൊതുവായ വിലയിരുത്തൽ. കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിലാണ് ബി. ഗോപാലകൃഷ്ണൻ വിദ്വേഷ പരാമർശം നടത്തിയത്. 48% ഹൈന്ദവ ജനസംഖ്യയുള്ള ഗുരുവായൂരിൽ കഴിഞ്ഞ 50 വർഷമായി ഒരു ഹിന്ദു എം.എൽ.എ ഇല്ലെന്നും ഇടത് വലത് പക്ഷങ്ങൾ ഹിന്ദു വിഭാഗത്തിൽ നിന്നുള്ളവരെ സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നില്ലെന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച വീഡിയോയിൽ ഗോപാലകൃഷ്ണൻ പറഞ്ഞത്.